അപ്പോൾ ഇത് 220 വാട്ട്സിൻ്റെ സബ് വൂഫറും 160 വാട്ട്സിൻ്റെ 2 സ്പീക്കറും കണക്ട് ചെയ്ത് പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. നമ്മുടെ TB21 ബോർഡിനെക്കാട്ടും നല്ല വലുപ്പമുണ്ട്. ഇതിനകത്തൊരു കൂളിംഗ് ഫാനൊക്കെ വരുന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3500 രൂപയാണ്. നമ്മുടെ ആ പാട് ഒരു പീസ് മാത്രമേ ഉള്ളൂ. ഇതുള്ള മോഡലൊന്നും അങ്ങനെ എടുക്കാറില്ല, കാരണം പ്രൈസ് കൂടുതലായതുകൊണ്ട് ആൾക്കാർക്ക് ഇത് താങ്ങത്തില്ല. എല്ലാവർക്കും ഒരു 1500 2000-നുള്ളിലുള്ള പ്രോഡക്റ്റാണ് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ളൂ. ഇത് നമ്മൾ എടുത്ത് വെച്ചാലും ആരും വാങ്ങത്തില്ല, അതുകൊണ്ട് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഇതിനകത്ത് 12 വോൾട്ടാണ് മിനിമം കൊടുക്കുന്നത്. 12 വോൾട്ട് DC തൊട്ട് 38 വോൾട്ട് വരെയാണ് കൊടുക്കുന്നത്. ഹൈ പവർ സാധനമാണ്. ഇതിനകത്ത് ഓക്സ്, USB എല്ലാം കണക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്. പിന്നെ സബ് വൂഫറിൻ്റെ കൺട്രോള്, ഫ്രീക്വൻസി, മെയിൻ വോളിയം, ട്രിപ്പിള്, ബാസ് എല്ലാം കൺട്രോൾ ചെയ്യുക. സ്പീക്കറിൻ്റെ ഹെവി ഐറ്റമാണ്, പക്ഷേ പ്രൈസ് നല്ല കൂടുതലാണ്. മറ്റേതുമായിട്ട് TB21 ഉള്ള വലിപ്പ വ്യത്യാസം കാണിക്കാം. അപ്പോൾ ഇതാണ് TB21. TB21 നല്ല വലുപ്പമുണ്ട്. ഇത്രയും വലിപ്പ വ്യത്യാസം വരുന്നുണ്ടോ? TB21 ഒക്കെ നമ്മുടെ ഒരു കൈവെള്ളയിൽ ഇരിക്കും. നമ്മുടെ കൈവെള്ളയിലിരുന്ന ഈ ഒരു വലിപ്പമാണ്. പക്ഷേ ഈ ഒരു സംഗതി നമ്മുടെ കൈവെള്ളയിൽ ഇരുന്നാലും ഈ ഒരു വലിപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് മനസ്സിലാവും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. നമ്മളൊരു പീസേ ഉള്ളൂ. കുറേ പീസ് എടുത്ത് വെച്ചിട്ട് ആർക്കും വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് റിട്ടേൺ ഉണ്ട്. AS21 ഉണ്ട്, HT21 ഉണ്ട്, അങ്ങനെ പല മോഡൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയും പൈസ കൊടുത്തൊന്നും ആർക്കും വാങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ TB21 പാവപ്പെട്ടവരുടെ സാധനമാണ് ഇത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1700 രൂപയേ ഉള്ളൂ. ഇത് നമ്മുടെ ലിസ്റ്റം മോണക്ക് സ്റ്റോക്കുണ്ട്. അപ്പോൾ ഈ സംഗതി ആൾക്കാർക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. അപ്പോൾ ഓക്കെ ബൈ.